നടന്നതൊരു ബ്യൂട്ടിഫുൾ സ്പോർട്സ് റിവൽറി ആയിരുന്നു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. നത്തിങ് പേഴ്സണൽ. നീണ്ടകാലം പരസ്പരം ഒരേ നേട്ടങ്ങൾക്കായിട്ട് പോരടിച്ചവരാണ്. അപ്പോൾ ഞങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പറയുകയാണ്. ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ മെസ്സി പറഞ്ഞ വാക്കുകൾ അതിലെല്ലാമുണ്ട്. ഒരു നല്ല റിവൽറി എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലുടനീളമുള്ളത്. വീണ്ടും നമ്മളൊരു വേൾഡ് കപ്പിൻ്റെ തൊട്ടരികിലാണ് നിൽക്കുന്നത്. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അവരുടെ കരിയറിൽ അവസാന വേൾഡ് കപ്പിന് ഇറങ്ങുകയാണ്. ഇനി ഇതിഹാസങ്ങളെ നമുക്ക് വേൾഡ് കപ്പ് മൈതാനങ്ങളിൽ കാണാൻ കഴിയില്ല. അവരുടെ മാന്ത്രിക ചുവടുകൾ നമുക്ക് ആ ഒരു അർത്ഥത്തിൽ, ആ തലത്തിൽ ആസ്വദിക്കാനുള്ള അവസാന അവസരമാണിത്. അപ്പോൾ ഈ സമയത്താണ് മെസ്സിയോട് ഈ ഒരു ചോദ്യം ക്രിസ്ത്യാനോയുമായിട്ടുള്ള റിവൽറി എങ്ങനെയുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, അതൊരു മനോഹരമായ കായിക പോരാട്ടമായിരുന്നു. ബ്യൂട്ടിഫുൾ സ്പോർട്ടിംഗ് റിവൽറി. ഫുട്ബോൾ ലോകത്ത് ഇത് തികച്ചും സ്വാഭാവികമായ ഒന്നാണ്. ഞാൻ ബാഴ്സലോണയിലും അദ്ദേഹം റയൽ മാഡ്രിഡിലും. ഞങ്ങൾ ടീം എന്ന നിലയിലും വ്യക്തിഗതമായും എല്ലാ നേട്ടങ്ങൾക്കും വേണ്ടി പരസ്പരം മത്സരിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ എപ്പോഴും ഞങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ബന്ധം എല്ലായ്പ്പോഴും നല്ലതും ബഹുമാനപൂർണവുമായിരുന്നു. അവിടെ നടന്നതെല്ലാം തികച്ചും കായികപരമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. നത്തിങ് പേഴ്സണൽ. മത്സരങ്ങളിലോ അവാർഡ് ദാന ചടങ്ങുകളിലോ അല്ലാതെ ഞങ്ങളധികം പരസ്പരം കണ്ടുമുട്ടിയിരുന്നില്ല. എങ്കിലും കാണുമ്പോഴെല്ലാം വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലാണ്. എങ്കിലും സംഭവിച്ചതെല്ലാം ഒരു മനോഹരമായ കായിക പോരാട്ടമായിരുന്നു. വാട്ട് ഹാപ്പൻഡ് വാസ് എ ബ്യൂട്ടിഫുൾ സ്പോർട്ടിംഗ് റിവൽറി. മെസ്സി പറയുന്നു, ഇതാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഒരു റിവൽറി ഉണ്ടാവേണ്ടതും. അല്ലാതെ ഞാനാണ് ഒന്നാമൻ, മറ്റേയാൾ എൻ്റെ താഴെയാണ്, ആ രൂപത്തിലല്ല. പോരടിച്ചത് ഒരുമിച്ചല്ലേ, ഒരേ നേട്ടങ്ങൾക്കല്ലേ. അതൊരു സ്പോർട്ടിംഗ് റിവൽറി തന്നെയായിരുന്നു. അതും ബ്യൂട്ടിഫുൾ സ്പോർട്ടിംഗ് റിവൽറി.